വാസ്തവത്തിൽ ഈ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീഴുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഏതാണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് പശ്ചിമേഷ്യ പോകുന്നത്. നിലവിൽ തന്നെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 21 മാസമായിട്ട് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഏതാണ്ട് 55,000-ലേറെ ആളുകൾ മരിച്ചു കഴിഞ്ഞു. ഓരോ ദിവസവും 50ഓളം ആളുകൾ വീണ്ടും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം അവിടെ നിൽക്കുന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മറ്റൊരു യുദ്ധം പശ്ചിമേഷ്യയിൽ തന്നെ, അതും അതിൻ്റെ ഒരറ്റത്ത് ഇസ്രായേൽ തന്നെയാണ് ഉള്ളത്. പിന്നെ മറ്റൊരറ്റത്ത് നേരത്തെയും ഇറാൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവർ തമ്മിൽ നേരിട്ടുള്ള സംഘട്ടനത്തിലേക്ക് വന്നിരിക്കുന്നു. അത് വളരെ പിന്നെന്താണ് നമ്മുടെ ആശങ്ക കൂട്ടുന്നത് തന്നെ പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇസ്രായേൽ പാലസ്തീൻ സംഘട്ടം ആരംഭിച്ചതിന് ഒരു ലക്ഷ്യമായി അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് 2 ലക്ഷ്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ നിശേഷമായും ഇല്ലാതാക്കും. 2, പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ മുഴുക്കെ ഞാൻ മോചിപ്പിക്കും. ഈ 2 ലക്ഷ്യങ്ങളും 21 മാസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പൂർണ്ണമായും നേടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഇറാൻ്റെ ആണവ പദ്ധതികളെ മുഴുക്കെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക. 2, അവിടെ റെഷിം ചേഞ്ച്, ഭരണകൂട മാറ്റം നടത്തുക. ഈ 2 ലക്ഷ്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഇറാൻ്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപക്ഷെ ഹമാസിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹമാസ് പോരാളികളെ വേണമെങ്കിൽ കൊന്ന് ഇല്ലാതാക്കാം വേണമെങ്കിൽ, പക്ഷേ ഈ ആണവ പദ്ധതി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുന്നത് കൊണ്ട് മാത്രം പറ്റില്ല. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു ആണവ യുദ്ധം പോലെ മാറും. കാരണം ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ ആണവ വികിരണമുണ്ടാവും, ലീക്ക് ഉണ്ടാവുകയും അത് പിന്നെ ഒരു ആണവ യുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കിടക്കുകയും, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അറബിക്കടലിൻ്റെയും ഒക്കെ ഓരത്ത് കിടക്കുന്ന രാജ്യം, എണ്ണ ഉൽപ്പാദന രാജ്യം, ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്നതിൻ്റെ ചുറ്റും ഇസ്രായേൽ ഉൾപ്പെടെ, സൗദി അറേബ്യ ഉൾപ്പെടെ, ഇറാഖ് ഉൾപ്പെടെ, സിറിയ ഉൾപ്പെടെ, ജോർദാൻ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളെല്ലാം അടങ്ങുന്ന മേഖലയാണത്. അപ്പോൾ അങ്ങനെ നമുക്കറിയാം അതിൻ്റെ ഇറാൻ്റെ തൊട്ടടുത്ത് പാകിസ്ഥാനുണ്ട്, പാകിസ്ഥാൻ്റെ തൊട്ടടുത്ത് ഇന്ത്യയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മേഖല ഒട്ടാകെ അശാന്തമാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ച ലക്ഷ്യം തന്നെ 21 മാസത്തിന് ശേഷവും പൂർണ്ണമായി നേടാനാവാതിരിക്കെ അതിനേക്കാൾ വളരെ വലിയ, അതായത് ഈ ഭരണകൂടത്തെ തന്നെ മാറ്റുക എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ജനങ്ങൾ കൂടി തീരുമാനിക്കണം. അവിടുത്തെ ഇറാനിലെ ജനങ്ങൾ കൂടി തീരുമാനിച്ചാൽ മാത്രമേ ഇറാൻ്റെ ഭരണ വ്യവസ്ഥയെ മാറ്റാൻ പറ്റൂ. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ നതാൻസ്ക്, ഇസ്ഫഹാൻ എന്ന് പറയുന്ന ആണവ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അതിൽ നതാൻസിലെ ആക്രമണത്തിൽ ലീക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം തന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരതിൻ്റെ മീറ്റിംഗ് കൂടാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കുഴപ്പം പിടിച്ച, വളരെ റിസ്കുകളുള്ള ഒരു ആക്രമണ പദ്ധതിയിലേക്ക് ഇസ്രായേലും ഇറാനും കടക്കുമ്പോൾ ലോകത്തെ സംബന്ധിച്ച് വളരെ വലിയ, അതായത് യുദ്ധം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ എണ്ണവില വർദ്ധിച്ചു, സ്വർണ്ണവില കൂടി, അതുപോലെ തന്നെ ഈ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അത് വീണ്ടും ലോകത്തെ കൊണ്ടുപോകുമെന്നുള്ള പ്രശ്നം, എണ്ണ അതായത് ഈ ഇറാന്റെ അടുത്തുള്ള ഹോർമുസ് കടലിടുക്ക്, ബാബൽമാൻ്റെ കടലിടുക്ക്, ഈ കടലിടുക്കുകൾ തടയപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്താൽ എണ്ണയുടെ സഞ്ചാരം പ്രശ്നത്തിലാവും. അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളെ കൊണ്ട് ജനങ്ങൾ ഉത്കണ്ഠാകുലമായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ പുതിയ ഈ പശ്ചിമേഷ്യയിലെ 2ാം യുദ്ധം എന്ന് പറയുന്ന യുദ്ധം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.